ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഓൾ. ബിസിനസ് റെഗുലേഷൻസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഫ്രീ കൺസെൻറ്റ് എന്നുള്ള ഏരിയയാണ്. അതായത് കോൺട്രാക്റ്റിൻ്റെ എലമെൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതായിരുന്നു, ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആകണമെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റിംഗ് പാർട്ടീസിൻ്റെ കൺസെൻറ്റ് ഫ്രീ ഒബ്റ്റെയിൻ ചെയ്തതാകണമെന്ന് പറയുന്നത്. സോ അങ്ങനെ കോൺട്രാക്റ്റിംഗ് പാർട്ടീസിൻ്റെ കൺസെൻറ്റ് ഫ്രീ ഒബ്റ്റെയിൻഡ് ആണ് എന്ന് നമ്മൾ എപ്പോഴാണ് പറയുന്നത് എന്നുള്ളതാണ് ഫ്രീ കൺസെൻറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സോ ആദ്യം നമുക്ക് കൺസെൻറ്റ് എന്താണെന്ന് നോക്കാം. സെക്ഷൻ 13 ഡിഫൈൻസ് കൺസെൻറ്റ് ആസ് 2 or more persons are said to consent when they agree upon the same thing in the same sense. രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാർ സമ്മതം, അവരുടെ കൺസെൻറ്റ് കിട്ടി എന്ന് നമ്മൾ പറയുന്നത് അവർ ഒരു കാര്യം ഒരേ രീതിയിൽ എടുക്കുമ്പോഴാണ്. അതിനെയാണ് സിംപ്ലി കൺസെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൺസെൻറ്റ് ഇൻവോൾവ് ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് ഓർ കോൺസെൻസസ് ആഡ് ഐഡം. കൺസെൻറ്റ് എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഒരേ രീതിയിൽ പൊരുത്തപ്പെടുക അല്ലെങ്കിൽ ഒരേ രീതിയിൽ അംഗീകരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ അവിടെ എന്തുണ്ടാവും? കോൺസെൻസസ് ആഡ് ഐഡം. ദാറ്റ് മീൻസ് നമ്മൾ എലമെൻറ്റ്സ് പറഞ്ഞതാണ്, ഒരു കാര്യം വ്യത്യസ്തമായി രണ്ട് പാർട്ടീസ് എടുക്കുമ്പോൾ അവിടെ ഒരു ഐഡൻറ്റിറ്റി വരുന്നില്ല, കോൺസെൻസസ് ഐഡം വരുന്നില്ല. സോ കൺസെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് വേണം. അപ്പോഴാണ് കൺസെൻറ്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാനാകുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഫ്രീ കൺസെൻ്റ് ആണ്. ദാറ്റ് മീൻസ് കോൺട്രാക്റ്റിംഗ് പാർട്ടീസിൻ്റെ കൺസെൻറ്റ് ഫ്രീ ഒബ്റ്റെയിൻഡ് ആകുമ്പോഴാണ് കോൺട്രാക്റ്റ് വാലിഡ് ആകുന്നുള്ളൂ. സോ എന്താണ് ഫ്രീ കൺസെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആസ് പെർ സെക്ഷൻ 14 ഓഫ് ദി കോൺട്രാക്റ്റ് ആക്ട്, കൺസെൻറ്റ് ഈസ് സെഡ് ടു ബി ഫ്രീ വെൻ ഇറ്റ് ഈസ് നോട്ട് കോസ്ഡ് ബൈ coercion as defined in section 15 or undue influence as defined in section 16 or fraud as defined in section 17 or misrepresentation as defined in section 18 or mistake subject to the provisions of section 20, 21 and 22. കൺസെൻറ്റ് ഫ്രീ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ കൺസെൻറ്റ് ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ടുണ്ടായതാകരുത് എന്നുള്ളതാണ് പറയുന്നത്. എന്നിട്ട് കാരണങ്ങൾ ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. കൊയേർഷൻ സെക്ഷൻ ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 15. സെക്ഷൻ 15 പറഞ്ഞ പ്രകാരമുള്ള കൊയേർഷൻ, അല്ലെങ്കിൽ 16 പ്രകാരമുള്ള അൺഡ്യൂ ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ 17 പ്രകാരമുള്ള ഫ്രോഡ്, അല്ലെങ്കിൽ 18 പ്രകാരമുള്ള മിസ്റെപ്രസെൻറ്റേഷൻ, അല്ലെങ്കിൽ 20, 21, 22 കേസുകളിൽ പറഞ്ഞുള്ള മിസ്റ്റേക്ക്. ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രകാരമാണ് ഒരു കൺസെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ കൺസെൻറ്റ് എന്തല്ല? ഫ്രീ അല്ല. സോ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഫ്രീ ആകുമ്പോൾ, ദാറ്റ് മീൻസ് അത് ഇത്തരം കാരണങ്ങൾ കൊണ്ടല്ലാതെയാണ് കൺസെൻറ്റ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ ആ കൺസെൻറ്റ് ഫ്രീ ആണ് എന്ന് പറയാം. സോ ഇവിടെ ഓരോ എലമെൻറ്റും, ദാറ്റ് മീൻസ് ഓരോ കോസസും സെപ്പറേറ്റ് ആയിട്ട് ഓരോ സെക്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സെക്ഷൻ 15 നമ്മൾ കൊയേർഷനെ കുറിച്ച് പറയുന്നത്. സോ നമുക്ക് ആദ്യം കൊയേർഷൻ എന്താണ് എന്നുള്ളത് നോക്കാം. കൊയേർഷൻ സെക്ഷൻ 15. കൊയേർഷൻ മീൻസ് കമ്പലിംഗ് ഓർ ഫോഴ്സിങ് എ പേഴ്സൺ ടു എൻറ്റർ ഇൻ ടു എ കോൺട്രാക്റ്റ് അണ്ടർ എ പ്രഷർ ഓർ ത്രെട്ട്. കൊയേർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ ഒരു കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യുകയും അല്ലെങ്കിൽ ചെയ്യാൻ നിർബന്ധിപ്പിക്കുക, ഫോഴ്സ് ചെയ്യുക ആണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കൊയേർഷൻ എന്ന് പറയുന്നത്. സോ ഒരു വ്യക്തിക്ക് ഒരു കോൺട്രാക്റ്റ് എൻറ്റർ ചെയ്യാൻ താല്പര്യമില്ല, അവിടുത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻസോ എന്തുകൊണ്ടോ അയാൾക്ക് താല്പര്യമില്ലെങ്കിലും അയാളെ നിർബന്ധിപ്പിച്ച് ഒരു കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യിപ്പിക്കാം. അങ്ങനെ അയാൾ നിർബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രഷർ ചെലുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ കൊയേർഷൻ എന്നാണ് പറയുന്നത്. Then section 15 of the Indian Contract Act defines coercion as the committing or threatening to commit any act forbidden by the Indian Penal Code, or the unlawful detaining or threatening to detain any property to the prejudice of any person whatever with the intention of causing any person to enter into an agreement. ദെൻ സെക്ഷൻ 15 പ്രകാരം കൊയേർഷനെ ഡിഫൈൻ ചെയ്യുന്നതാണ് ഈ കൊടുത്തിട്ടുള്ളത്. അവിടെ പറയുന്നത് കമ്മിറ്റിംഗ് ഓർ ത്രെട്ടണിങ് ടു കമ്മിറ്റ്,
ഒരു കാര്യം ചെയ്യുക അല്ലെങ്കിൽ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുക. ദെൻ എന്ത് കാര്യമാണ്? എനി ആക്ട് ഫോർബിഡൺ ബൈ ദ ഇന്ത്യൻ പീനൽ കോഡ്. സോ ഇന്ത്യൻ പീനൽ കോഡ് നിരോധിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടോ അല്ലെങ്കിൽ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുക, അതെന്താണ്? കൊയേർഷൻ ആവും. ഓർ അല്ലെങ്കിൽ ദി അൺലോഫുൾ ഡിറ്റെയിനിങ് ഓർ ത്രട്ടണിങ് ടു ഡിറ്റെയിൻ എനി പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി തടഞ്ഞു വെക്കുക, തടവിലാക്കുക അല്ലെങ്കിൽ തടഞ്ഞു വെക്കുക അല്ലെങ്കിൽ തടഞ്ഞു വെക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക. അങ്ങനെ ചെയ്താലും എന്ത് തന്നെയാണ്? കൊയേർഷനാണ്. ടു ദി പ്രജുഡിസ് ഓഫ് എനി പേഴ്സൺ വാട്ടെവർ, അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മുൻവിധിയോടെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുകയാണ് എന്തോ വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് കോസിങ് എനി പേഴ്സൺ ടു എൻറ്റർ ഇൻ ടു ആൻ അഗ്രിമെൻറ്റ്. അവിടെ ഒരു ഇൻറ്റൻഷൻ ഉണ്ട്. എന്താണ് ഇൻറ്റൻഷൻ? ആ വ്യക്തിയെ, അതല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയെ അഗ്രിമെൻറ്റിൽ എൻട്രി ചെയ്യിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? കൊയേർഷൻ എന്ന് പറയാം. അപ്പോൾ പറഞ്ഞു വന്നത്, ഒരു പാർട്ടിയെ അഗ്രിമെൻറ്റിൽ എൻട്രി ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അയാൾക്കെതിരെയായിട്ട്, ദാറ്റ് മീൻസ് ഇന്ത്യൻ പീനൽ കോഡ് നിരോധിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടി തടഞ്ഞു വെക്കുക അല്ലെങ്കിൽ തടഞ്ഞു വെക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു വ്യക്തിയെ നമ്മൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ കൊയേർഷൻ എന്നാണ് വിളിക്കുന്നത്. അവിടെ കൺസെൻറ്റ് ഫ്രീ ഒബ്റ്റെയിൻഡ് അല്ല എന്നുള്ളത് നമുക്ക് പ്രസ്താവിക്കാൻ കഴിയും. ദെൻ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. X beats Y and compels him to sell his car for ₹50,000. Here Y's consent has been obtained by coercion because beating someone is an offence under the Indian Penal Code. ഇവിടെ എക്സ് എന്ന് പറഞ്ഞ വ്യക്തി വൈനെ അടിച്ചു, എന്നിട്ട് അയാളെ നിർബന്ധിപ്പിച്ചിട്ട് വൈൻ്റെ കാറ് 50,000 രൂപക്ക് വിൽപ്പിക്കാം. സോ ഇവിടെ വൈൻ്റെ കൺസെൻറ്റ് എന്ന് പറയുന്നത് എക്സ് അടിച്ചുകൊണ്ട് സമ്മതം വരുത്തിയതാണ്. അതല്ലാതെ വൈക്ക് സമ്മതമില്ലാത്ത ഒരു കാര്യം എക്സ് അടിച്ചു വൈനെ, എന്നിട്ട് ആ അടി കിട്ടിയതിൻ്റെ ഇതിൽ അല്ലെങ്കിൽ ആ ഒരു പേടിയിലാണ് വൈ സമ്മതിക്കുന്നത്. സോ ഇവിടെ എക്സ് ചെയ്തിട്ടുള്ള കാര്യം എന്താണ്? വൈനെ അടിച്ചു എന്നുള്ളതാണ്, വിച്ച് ഈസ് ഫോർബിഡൺ ബൈ IPC. ഇന്ത്യൻ പീനൽ കോഡ് നിരോധിച്ചിട്ടുള്ള കാര്യമാണ് ഒരു വ്യക്തിയെ അടിക്കുക എന്നുള്ളത്. സോ അങ്ങനെ IPC നിരോധിച്ച ഒരു കാര്യം ചെയ്തുകൊണ്ടാണ് ഇവിടെ വൈൻ്റെ സമ്മതം എക്സ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ കൺസെൻറ്റ് എന്തല്ല? ഫ്രീ അല്ല. ദ കൺസെൻറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ കൊയേർഷൻ. സോ ആ അഗ്രിമെൻറ്റും എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല? വാലിഡായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. സോ കൊയേർഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു വ്യക്തിയെ കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അയാൾക്കെതിരെയുള്ള എന്തെങ്കിലും ആക്ട്, ദാറ്റ് മീൻസ് അതെങ്ങനെയുള്ള ആക്ട് ആവണം? IPC നിരോധിച്ച ഒരു ആക്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോപ്പർട്ടി തടഞ്ഞു വെക്കുക അല്ലെങ്കിൽ തടഞ്ഞു വെക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ അതെന്താണ്? കൊയേർഷനായിട്ട് മാറും. ദെൻ എലമെൻറ്റ്സ് ഓഫ് കൊയേർഷൻ. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് കമ്മിറ്റിംഗ് ഓർ ത്രട്ടണിങ് ടു കമ്മിറ്റ് എനി ആക്ട് ഫോർബിഡൺ ബൈ ഇന്ത്യൻ പീനൽ കോഡ്. When the consent of a person is obtained by committing any act which is forbidden by Indian Penal Code, the consent is said to be obtained by coercion. That means കൊയേർഷനിൽ പറയുന്നുണ്ട്, നമ്മൾ ഡെഫിനിഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, കമ്മിറ്റിംഗ് ഓർ ത്രട്ടണിങ് ടു കമ്മിറ്റ് എനി ആക്ട് ഫോർബിഡൺ ബൈ ഇന്ത്യൻ പീനൽ കോഡ്. അപ്പോൾ ഇന്ത്യൻ പീനൽ കോഡ് നിരോധിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടാണ് ഒരാളുടെ സമ്മതം നേടുന്നത്, അല്ലെങ്കിൽ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഒരാളുടെ സമ്മതം തേടുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ കൊയേർഷൻ എന്ന് വിളിക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ഒരു കേസ് വരുന്നുണ്ട്, രൺഗന്യ കമ്മ വേഴ്സസ് അൽവാർ ഷെട്ടി. ദ കേസ് ഈസ് ദാറ്റ് ദ റിലേറ്റീവ്സ് ഓഫ് എ വിഡോ threatened her that they would not carry the dead body of her husband for cremation unless she signed a document stating adoption of B as her son. Held the consent was not free but was induced by coercion. Consequently, the adoption was set aside. അതായത് ഒരു സ്ത്രീയോട് അവരുടെ ഹസ്ബൻഡ് മരിച്ചു, ദെൻ ഹസ്ബൻഡ് മരിച്ച സമയത്ത്
അവരുടെ റിലേറ്റീവ്സ്, ഐ മീൻ ആ സ്ത്രീയുടെ റിലേറ്റീവ്സ് പറയുകയാണ് അവരുടെ ഹസ്ബൻഡിൻ്റെ ഡെഡ് ബോഡി അവർ ക്രിമേഷന് കൊണ്ടുപോകില്ല അൺലെസ് ഷീ സൈൻഡ് എ ഡോക്യുമെൻറ്റ്, എങ്ങനെയല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് സൈൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റിംഗ് ദ അഡോപ്ഷൻ ഓഫ് ബി ആസ് ഹെർ സൺ, അതായത് ആ വിഡോൻ്റെ ഒരു മകനായിട്ട് ബിയെ അഡോപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഹസ്ബൻഡിൻ്റെ ഡെഡ് ബോഡി ക്രിമേഷന് വേണ്ടി കൊണ്ടുപോകൂല എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് റിലേറ്റീവ്സ് ആണ് പറഞ്ഞിരുന്നത്. അങ്ങനെ റിലേറ്റീവ്സ് അങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആ ഒരു ഡോക്യുമെൻ്റ് സൈൻ ചെയ്യിപ്പിക്കുകയാണ്. സോ ഇവിടെ ആ വിഡോ ആ മകനെ, ദാറ്റ് മീൻസ് ബിയെ ആസ് എ സൺ അഡോപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് സൈൻ ചെയ്ത ഡോക്യുമെൻറ്റിൽ അവർ സൈൻ ചെയ്യാനുള്ള ഉണ്ടായ സാഹചര്യം എന്താണ്, അവരുടെ ഭർത്താവിൻ്റെ ഡെഡ് ബോഡി ക്രിമേഷന് കൊണ്ടുപോകൂല എന്ന് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ്. സോ അവിടെ എന്തുണ്ട്, കൊയേർഷൻ ഉണ്ട്. സോ ബീയിങ് ഇൻഫ്ലുവൻസ്ഡ് ബൈ കൊയേർഷൻ ദ കൺസെൻറ്റ് വാസ് നോട്ട് ഫ്രീ ആൻഡ് ദി അഡോപ്ഷൻ വാസ് സെറ്റ് അസൈഡ്. ദാറ്റ് മീൻസ് അങ്ങനെ കൺസെൻറ്റ് ഫ്രീ ഒബ്റ്റെയിൻഡ് അല്ല എന്ന് വാദിച്ചുകൊണ്ട് ആ അഡോപ്ഷന് ഒഴിവാക്കുകയായിരുന്നു. ദാറ്റ് മീൻസ് അത് വാലിഡ് അല്ല എന്ന് കൺസിഡർ ചെയ്യുകയാണ് ഉണ്ടായത്. സോ ഇവിടെ പറയുന്നത് ഒരു കാര്യം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ ഒരാളുടെ സമ്മതം എടുത്താൽ എന്തല്ല, സമ്മതം ഫ്രീ അല്ല എന്നുള്ളതാണ് പറയുന്നത്. അവിടെ ആ ആക്ട് എന്ന് പറയുന്നത് എങ്ങനെയുള്ള ആക്ട് ആവും, ഇറ്റ് വിൽ ബി ഫോർബിഡൻ ബൈ IPC, ഇന്ത്യൻ പീനൽ കോഡ് നിരോധിച്ചിട്ടുള്ള കാര്യം ചെയ്തുകൊണ്ടാണ് അവിടെ ഭീഷണി വരുന്നത്. ദെൻ സെക്കൻഡ് എലമെൻറ്റ് പറയുന്നത് അൺലോഫുൾ ഡിറ്റെയിനിങ് ഓർ ത്രട്ടണിങ് ടു ഡിറ്റെയിൻ എനി പ്രോപ്പർട്ടി. If a person unlawfully detains or threatening to detain the property of another person and forces him to enter into a contract, the consent is said to be induced by a coercion. അതായത് ഒരു വ്യക്തിയുടെ പ്രോപ്പർട്ടി തടഞ്ഞു വെച്ചിട്ടോ അല്ലെങ്കിൽ തടഞ്ഞു വെക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ ആ വ്യക്തിയെ ഒരു അഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതെന്താണ്, കൊയേർഷനാണ് എന്നുള്ളതാണ് പറയുന്നത്. സോ അത്തരം കേസുകളിലും കൺസെൻറ്റ് ഫ്രീ ആകുന്നില്ല, കൺസെൻറ്റ് വിൽ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ കൊയേർഷൻ. ദെൻ ഇവിടെ ഒരു കേസ് വരുന്നുണ്ട്, മുദിയ ചെട്ടിയാർ വേഴ്സസ് കറുപ്പൻ ചെട്ടി. An agent refuses to take over the books of accounts relating to the agency business to his principal unless the principal releases him from all liabilities. The principal had to give a release deed as demanded. Hence the release has been obtained by coercion and therefore is not binding. That means ഇവിടെ ഒരു ഏജൻറ്റും പ്രിൻസിപ്പലിൻ്റെയും കേസാണ് പറയുന്നത്. ഒരു ഏജൻറ്റ് ബിസിനസ് ചെയ്യുന്നത് നമുക്കറിയാം, കോൺട്രാക്ട് ഓഫ് ഏജൻസി പ്രകാരം ഏജൻറ്റ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്, പ്രിൻസിപ്പലിന് വേണ്ടിയിട്ട്. പ്രിൻസിപ്പലിൻ്റെ ബിസിനസ് ഏജൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അവിടെ ഏജൻറ്റ് എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും, പക്ഷേ പ്രിൻസിപ്പലിന് ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കംപ്ലീറ്റ്ലി വാങ്ങാനുള്ള അതിൻ്റെ റൈറ്റ് ആർക്കുള്ളത് തന്നെയാണ്, പ്രിൻസിപ്പലിനുള്ളതാണ്. സോ ഇത്തരം കേസിൽ ഈ പറഞ്ഞ കേസിലുണ്ടായത് ഏജൻറ്റ് പ്രിൻസിപ്പലിനോട് പറയാണ്, ഞാൻ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നിങ്ങൾക്ക് തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ എല്ലാ ലാബിലിറ്റിയിൽ നിന്നും റിലീസ് ചെയ്തതായിട്ട് സൈൻ ചെയ്ത് തരണം എന്ന് പറയാൻ, അങ്ങനെ ഒരു ഡീഡ് വേണം എന്ന് പറയാൻ. സോ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഏജൻറ്റ് തരാതെ ഇരുന്നതിൻ്റെ പേരിൽ ഈ പ്രിൻസിപ്പൽ എന്ത് ചെയ്തു, ആ ഏജൻറ്റിനെ എല്ലാ ലാബിലിറ്റീസിനും ഫ്രീ ആക്കിക്കൊണ്ടുള്ള ഒരു ഡീഡ്, ഒരു സമ്മതം എഴുതി കൊടുത്തു. ഇവിടെ ആ സമ്മതം എന്ന് പറയുന്ന ആ ഡീഡ് എന്തല്ല, വാലിഡ് അല്ല. കാരണം പ്രിൻസിപ്പലിൻ്റെ ഒരു പ്രോപ്പർട്ടി തടഞ്ഞു വെച്ചുകൊണ്ടാണ് പ്രിൻസിപ്പലിനെ കൊണ്ട് അങ്ങനെ ഒരു സമ്മതം നേടിയെടുക്കുന്നത് ഇവിടെ ഏജൻറ്റ്. സോ ആ ഏജൻറ്റിന് കിട്ടിയ ആ ഒരു സമ്മതം എന്തല്ല, വാലിഡ് അല്ല. ദാറ്റ് മീൻസ് ഇറ്റ് വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ കൊയേർഷൻ എന്ന് പറയാം. സോ ഇവിടെ പറഞ്ഞ എലമെൻറ്റ് ഇതാണ്, അൺലോഫുൾ ഡിറ്റെയിനിങ് ഓർ ത്രട്ടണിങ് ടു ഡിറ്റെയിൻ എനി പ്രോപ്പർട്ടി. ഒരാളുടെ പ്രോപ്പർട്ടി തടഞ്ഞു വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ തടഞ്ഞു വെക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ ഒരു കാര്യം നേടിയെടുത്താൽ അതും ഏതിൻ്റെ പരിധിയിൽ വരും, കൊയേർഷൻ്റെ പരിധിയിൽ വരും എന്നുള്ളതാണ് പറയുന്നത്. അതാണ് മുദിയ ചെട്ടിയാർ വേഴ്സസ് കറുപ്പൻ ചെട്ടി കേസിലും വരുന്നത്. അതായത് പ്രിൻസിപ്പലിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഏജൻറ്റ് തരൂല, തരണമെന്നുണ്ടെങ്കിൽ ഏജൻറ്റിനെ എല്ലാ ലാബിലിറ്റീസിനും ഫ്രീ ചെയ്തുകൊണ്ട് ഒരു ഡീഡ് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്ത ഡീഡ് എന്തല്ല, വാലിഡ് അല്ല എന്നുള്ളതാണ് പറയുന്നത്. Then intention of causing any person to enter into an agreement. To prove coercion, it is not sufficient that the committing of or threatening to commit a forbidden act is existent,
but it is also to be established that the committing or threat of such forbidden act was effectively used with the intention of compelling any person to enter into an agreement. നമ്മൾ പറഞ്ഞു IPC നിരോധിച്ചിട്ടുള്ള ഒരു കാര്യം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ സമ്മതം നേടിയിട്ടുണ്ടെങ്കിൽ അത് ഫ്രീ അല്ല എന്ന് പറഞ്ഞു. ഇവിടെ ആ സമ്മതം നേടിയത് കൊണ്ട് മാത്രം ആകുന്നില്ല, ആ സമ്മതം നേടിയത് അയാളുടെ ഒരു അഗ്രിമെൻറ്റിൽ എൻട്രി ചെയ്യിപ്പിക്കണം എന്നുള്ള ഇൻറ്റൻഷൻ, ഒരു ഉദ്ദേശം വെച്ചിട്ടാകണം എന്നുള്ളതാണ് പറയുന്നത്. സോ ഒരു അഗ്രിമെൻറ്റ് എൻട്രി ചെയ്യിക്കണം, ദാറ്റ് മീൻസ് നമ്മൾ ഉദ്ദേശിച്ച വ്യക്തിയെ അഗ്രിമെൻറ്റിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ആകണം അത്തരത്തിലുള്ള ആക്ട് ചെയ്യുന്നത്. അല്ലാതെ അങ്ങനെ ഒരു ഇൻറ്റൻഷൻ ഇല്ലാതെ ഭീഷണിപ്പെടുത്തുന്നതിലോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിലോ ഒന്നും എന്ത് വരുന്നില്ല, കൊയേഷൻ വരുന്നില്ല. സോ അവിടെ ഉദ്ദേശം എന്താവണം, അഗ്രിമെൻറ്റ് ഫോം ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടെ അത്തരം ആക്റ്റുകൾ ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ ആകണം എന്നുള്ളതാണ് കൊയേഷൻ്റെ മറ്റൊരു എലമെൻ്റായിട്ട് പറയുന്നത്. ഓക്കെ. Then fourth one, coercion can be applied either by a party to the contract or even by a stranger. Coercion can be applied either by a party to the contract or even by a stranger to the contract. ഇവിടെ പറയുന്നത് നമ്മൾ പ്രിവിറ്റി ഓഫ് കൺസിഡറേഷനും പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എ സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റ്. അതായത് ഒരു അഗ്രിമെൻറ്റിൽ കോൺട്രാക്റ്റിംഗ് പാർട്ടീസ് അല്ലാതെ പുറത്തുനിന്ന് ഒരാളുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ സ്ട്രേഞ്ചർ അല്ലെങ്കിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. സോ കൊയേഷൻ്റെ കാര്യത്തിലും ഒരു തേർഡ് പാർട്ടിയാണ് കൊയേഷൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് കൊയേഷനായിട്ട് കൺസിഡർ ചെയ്യും. Then fourth point, coercion can be applied either by a party to the contract or even by a stranger. ദാറ്റ് മീൻസ് നമ്മൾ പറഞ്ഞു ഒരു വ്യക്തിയെ അഗ്രിമെൻറ്റിൽ എൻട്രി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭീഷണിപ്പെടുത്തുകയാണെന്ന് പറഞ്ഞു. സോ അങ്ങനെ കൊയേഷൻ ചെയ്യുന്നത് കോൺട്രാക്റ്റിൽ ഉള്ള ഒരു പാർട്ടി തന്നെ ആകണം എന്നില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോ ഈ എക്സാമ്പിൾ നോക്കുക. എക്സ് ആൻഡ് വൈ ആർ നെഗോഷിയേറ്റിംഗ് ടു എൻറ്റർ ഇൻ ടു എ കോൺട്രാക്ട് ബട്ട് എക്സ് ഈസ് അൺവില്ലിങ് അറ്റ് ദി മൊമെൻറ്റ്. അതായത് എക്സും വൈയും ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യാനുള്ള നെഗോസിയേഷൻസ് നടക്കുകയാണ്. പക്ഷേ എക്സിന് സമ്മതമല്ല, എക്സ് റെഡി അല്ല അങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യാൻ. അനദർ പേഴ്സൺ സെഡ് ത്രട്ടൺസ് ടു അസോൾട്ട് എക്സ് ഇഫ് ഹി ഡസ് നോട്ട് എൻറ്റർ ഇൻ ടു എ കോൺട്രാക്റ്റ് വിത്ത് വൈ. സോ ഈ കേസിൽ എക്സിന് സമ്മതമല്ല. സോ അതറിഞ്ഞ വേറൊരു വ്യക്തി, ദാറ്റ് മീൻസ് സെഡ് എന്ന് പറഞ്ഞ വ്യക്തി എന്ത് ചെയ്യാണ്, എക്സിനെ ആക്രമിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. സോ എക്സിനെ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന എന്ത് പറഞ്ഞിട്ടാണ്, വൈയുമായി കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. സോ വൈനെ ഇട്ട് കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യാൻ വേണ്ടി വേറൊരു വ്യക്തിയായിട്ടുള്ള സെഡ് ഇടപെടുകയാണ്. സെഡാണ് ഇവിടെ ഭീഷണിപ്പെടുത്തുന്നത്. ഹൗവർ വൈ ഡസ് നോട്ട് നോ ഓൾ അബൌട്ട് ദിസ്. ഇവിടെ വൈക്ക് ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. ദാറ്റ് മീൻസ് സെഡ് ഇങ്ങനെ എക്സിനെ ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യം വൈക്ക് അറിയുന്നില്ല. പക്ഷേ എന്ത് ചെയ്തു, എക്സ് ഔട്ട് ഓഫ് ഫിയർ എൻറ്റേഴ്സ് ഇൻ ടു കോൺട്രാക്ട് വിത്ത് വൈ. സെഡ് ഭീഷണിപ്പെടുത്തിയ കാരണം വൈയുമായുള്ള കോൺട്രാക്റ്റിന് ആര് സമ്മതിക്കുകയാണ്, എക്സ് സമ്മതിക്കുകയാണ്. ഇവിടെ വൈ ആ കാര്യം അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടിയും ആ എക്സിൻ്റെ സമ്മതം ഫ്രീ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ കഴിയില്ല. കാരണം ഇവിടെ കൊയേഷൻ നടന്നിട്ടുണ്ട്. ആ കൊയേഷൻ എക്സ് വൈ എന്നുള്ള കോൺട്രാക്റ്റിലെ വേറൊരു പാർട്ടി, ദാറ്റ് മീൻസ് ഈവൻ സ്ട്രേഞ്ചർ ആണെങ്കിൽ കൂടി അത് കൊയേഷൻ ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുക. സോ എക്സും വൈയും തമ്മിലുള്ള കോൺട്രാക്റ്റ് വാലിഡ് ആകുന്നില്ല, because it was influenced by coercion by a stranger to contract. സോ കോൺട്രാക്റ്റിംഗ് പാർട്ടീസ് തന്നെ ആകണമെന്നില്ല കൊയേഷൻ ചെയ്യുന്നത്. ഈവൻ ഒരു തേർഡ് പാർട്ടി കൊയേഷൻ ചെയ്താലും അത് ഈവൻ കോൺട്രാക്റ്റ് പാർട്ടീസ് അറിയാതെയാണെങ്കിലും ആ കൺസെൻറ്റ് കൊയേഷൻ കാരണമുണ്ടായതാണ് എന്ന് നമുക്ക് പറയാം. സോ ആ കൺസെൻറ്റ് ഫ്രീ ആകുന്നില്ല. The next one, the place of coercion is immaterial. It is immaterial whether the penal code is or is not in force at the place where it is performed. നമ്മൾ പറഞ്ഞു ഒരു IPC നിരോധിച്ച ഒരു കാര്യം ചെയ്യുകയോ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുക അത് കൊയേഷനാണ്. പക്ഷേ സപ്പോസ് IPC നിലവിലില്ലാത്ത ഒരു സ്ഥലത്ത് വെച്ചിട്ട്, ദാറ്റ് മീൻസ് IPC അപ്ലിക്കബിൾ അല്ലാത്ത ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് അങ്ങനെ ഒരു ആക്ട് ചെയ്യുന്നതോ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമല്ല എന്നുള്ളതാണ് പറയുന്നത്.
സോ കൊയേർഷൻ എവിടെയാണോ നടക്കുന്നത് അവിടെ ഈ IPC നിലവിലുണ്ടോ ഇല്ലേ എന്നുള്ളത് ഒരു വിഷയമല്ല. എക്സാമ്പിളിൽ പറയുന്നത് എ ഓൺ ബോർഡ് ആൻഡ് ഇംഗ്ലീഷ് ഷിപ്പ് ഓൺ ദി ഹൈ സീസ് causes B to enter into an agreement by way of threats either of putting his house on fire or giving him poison in some eatables. A has employed coercion. However, no matter the threat was employed on the sea water where the penal code was not enforced. ഇവിടെ ബേസിക്കലി മനസ്സിലാക്കേണ്ട കാര്യം കടലിൽ, ദാറ്റ് മീൻസ് നമ്മൾ കടലുമായി ബന്ധപ്പെട്ട് ഷിപ്പിലും കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ ട്രാൻസാക്ഷൻസും ഡീലിങ്സും നടക്കുന്നുണ്ട്. അവിടെ ആക്ച്വലി IPC അപ്ലിക്കബിൾ അല്ല. ദെൻ അവിടെ അപ്ലിക്കബിൾ അല്ല എന്നുണ്ടെങ്കിൽ കൂടിയും IPC അവിടെ അപ്ലിക്കബിൾ അല്ല എന്നുണ്ടെങ്കിൽ കൂടിയും അവിടെ IPC നിരോധിച്ച ഒരു കാര്യം ചെയ്തുകൊണ്ട് കോൺട്രാക്റ്റ് ഫോം ചെയ്യുകയാണെങ്കിൽ അതും എന്തിൻ്റെ പരിധിയിൽ വരും? കൊയേർഷൻ്റെ പരിധിയിൽ വരും. അതാണ് ഇവിടെ പറയുന്നത്. എയും ബിയും ഒരു ഇംഗ്ലീഷ് ഷിപ്പിൽ വെച്ചിട്ട്, സോ ഇംഗ്ലീഷ് ഷിപ്പ് കടലിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഷിപ്പിൽ വെച്ചിട്ട് എയും ബിയും കോൺട്രാക്റ്റ് ഫോം ചെയ്യുകയാണ്. ഇവിടെ ബി കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ, ദാറ്റ് മീൻസ് ബീൻ്റെ സമ്മതം കിട്ടിയിട്ടുള്ളത് എന്ത് പറഞ്ഞുകൊണ്ടാണ്? ബീൻ്റെ വീട് തീയിടും അല്ലെങ്കിൽ ബിക്ക് ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പേടി കൊണ്ടാണ് ബി എന്ത് ചെയ്യുന്നത്? അഗ്രിമെൻറ്റിൽ എൻട്രി ചെയ്യുന്നത്. സോ ഇവിടെ ബിയും എയും അഗ്രിമെൻറ്റിൽ എൻട്രി ചെയ്യുന്നത് ഇംഗ്ലീഷ് ഷിപ്പിൽ വെച്ചിട്ടാണ്. അവിടെ IPC അപ്ലിക്കബിൾ അല്ല, എന്നാലും ഇത് കൊയേർഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ IPC അപ്ലിക്കബിൾ ആണോ അല്ലേ, അത്ര സ്ഥലത്തിനാണോ കൊയേർഷൻ നടന്നിട്ടുള്ളത് എന്നുള്ളത് നോക്കേണ്ട കാര്യമില്ല. ദ പ്ലേസ് ഓഫ് കൊയേർഷൻ ഈസ് ഇമ്മെറ്റീരിയൽ എന്നുള്ളതുകൊണ്ട് അത്രയാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയാണ് എലമെൻറ്റ്സ് പറഞ്ഞത്. ഇനി എഫക്ട്സ് ഓഫ് കൊയേർഷൻ, അതായത് കൊയേർഷൻ ഉണ്ടാകുമ്പോഴുള്ള അതിൻ്റെ സബ്സിക്വൻറ്റ് ഇഫക്റ്റുകളാണ് നമ്മൾ പറയുന്നത്. അക്കോർഡ് ടു സെക്ഷൻ 19, when the consent of a party to an agreement is obtained by coercion, the contract becomes voidable at the option of the party. Such a party can put an end to the contract if he so chooses. അതായത് സെക്ഷൻ 19 പ്രകാരം കൊയേർഷൻ വഴി കിട്ടിയിട്ടുള്ള ഒരു കൺസെൻറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അഗ്രിമെൻ്റ് എന്താണ്? വോയിഡബിൾ ആണ്. വോയിഡബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദി അഗ്രീവ്ഡ് പാർട്ടി. സോ ആരുടെ കൺസെൻ്റ് ആണോ കൊയേർഷൻ മുഖേന നേടിയെടുത്തത് അയാൾക്ക് ആ അഗ്രിമെൻ്റ് എൻഡ് ചെയ്യാൻ, ദാറ്റ് മീൻസ് അത് ഒഴിവാക്കാൻ, ടെർമിനേറ്റ് ചെയ്യാനും അല്ലാതെ കണ്ടിന്യൂ ചെയ്യാനുമുള്ള റൈറ്റ് ഉണ്ട്, ഓപ്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. സോ എനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ബി അഗ്രിമെൻ്റ് എൻട്രി ചെയ്യിക്കുന്നുണ്ടെങ്കിൽ എക്ക് തീരുമാനിക്കാം ആ കോൺട്രാക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകണോ അതോ ഇപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്യണോ. അത്തരം കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ വോയിഡബിൾ എന്ന് പറയുന്നത്. സോ അങ്ങനെ കൊയേർഷൻ വഴി കൺസെൻറ്റ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു അഗ്രിമെൻ്റ് എന്താണ്? വോയിഡബിൾ ആണ്. അത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേ എന്നുള്ള തീരുമാനിക്കാനുള്ള ഓപ്ഷൻ ആ അഗ്രീവ്ഡ് പാർട്ടി, ദാറ്റ് മീൻസ് ആരാണോ സഫർ ചെയ്തത് അവർക്ക് ഉണ്ടായിരിക്കും. Then, according to section 72 of the Act, which is based on the principle of equitable restitution, a person to whom anything has been delivered on or money paid under coercion must return or repay it. Then സെക്ഷൻ 72 പറയുന്നത് ഇങ്ങനെ കൊയേർഷൻ വഴി ഒബ്റ്റെയിൻ ചെയ്ത ഒരു കൺസെൻ്റ് ഉള്ള അഗ്രിമെൻറ്റ് ഒരു പാർട്ടിക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് എന്തെങ്കിലും സർവീസസ് ഡെലിവറി ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാഷോ കാര്യങ്ങളോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റിട്ടേൺ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അതാണ് സെക്ഷൻ 72 പറയുന്നത്. ദെൻ അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എ റെയിൽവേ കമ്പനി റിഫ്യൂസസ് ടു ഡെലിവർ സെർട്ടൻ ഗുഡ്സ് ടു ദി കൺസൈനി except upon the payment of an illegal charge of carriage. The consignee pays the sum charged in order to obtain goods. He is entitled to recover so much of the charge as was illegally excessive. ഇവിടെ ഒരു റെയിൽവേ കമ്പനി ഒരു വ്യക്തിയുടെ ഗുഡ്സ് കൺസൈനി, ദാറ്റ് മീൻസ് ആ വ്യക്തിക്ക് ആ ഗുഡ്സ് കൊടുക്കൂല എക്സെപ്റ്റ് പേയിങ് ആൻ അഡീഷണൽ ചാർജ് ഓഫ് കാരേജ്. അപ്പോൾ റെയിൽവേ കമ്പനി പറയുകയാണ് കുറച്ച് അഡീഷണൽ പേയ്മെൻറ്റ് നടത്തിയാലേ നിങ്ങളുടെ ഗുഡ്സ് ഡെലിവറി ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അത് പറഞ്ഞതിൻ്റെ പേരിൽ ആ കൺസൈൻ എന്ത് ചെയ്തു? ആ അഡീഷണൽ ചാർജസ് കൊടുത്തുകൊണ്ട് ആ ഗുഡ്സ് ഒബ്റ്റെയിൻ ചെയ്തു. ദെൻ അതിന് ശേഷം ഇവർ കേസ് കൊടുത്താൽ, ദാറ്റ് മീൻസ് കൺസൈനി ആ ഓപ്ഷൻ ടെർമിനേറ്റ് ചെയ്യുക, ദാറ്റ് മീൻസ് കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് അവിടെ ആ കൺസൈനിയാണ് അഗ്രീവ്ഡ് പാർട്ടി, അയാളുടെ ഇല്ലീഗൽ ചാർജസ്
ഇവിടെ ഒരു കൊയേർഷൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് അയാൾ ആ പേയ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്. സോ ആ പേയ്മെൻറ്റ് കൊയേർഷൻ ഇൻഫ്ലുവൻസ്ഡ് ആയതുകൊണ്ട് അത് തിരിച്ച് കിട്ടാനുള്ള റൈറ്റ് ആർക്കുണ്ട്? കൺസൈനിക്കുണ്ട്. ബീങ് എക്സസ് ഇല്ലീഗലി നേടിയ ഒരു ചാർജ് ഒരു റെയിൽവേ കമ്പനി ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈവൻ കൊയേർഷൻ ആണെങ്കിലും അത് തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. സോ സെക്ഷൻ 72 പ്രകാരം കൊയേർഷൻ ഇൻവോൾവ് ചെയ്തുള്ള ഒരു അഗ്രിമെൻറ്റിൽ ഏതെങ്കിലും ഒരു പാർട്ടി എന്തെങ്കിലും ബെനഫിറ്റ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് കൊയേർഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.